ഒരു വർഷം മുൻപ് സമാനമായ രീതിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു. അതേ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്നു. അന്ന് മുതലുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് ഇവിടെ ഈ പറയുന്നത് പോലെ ഒരു വൈദ്യുത ഫെൻസിംഗ് വേണം, മാത്രമല്ല കിടങ്ങുകൾ സ്ഥാപിച്ച് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത് തടയണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ. പക്ഷെ അതിലൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം വീണ്ടും ഒരു മരണം സംഭവിക്കുന്നു. അത് കഴിഞ്ഞ ദിവസമാണ്. യുവാവിനെ പണി കഴിഞ്ഞ് വരവെ വഴിയിൽ വെച്ച് കാട്ടാനെ ആക്രമിക്കുന്നു, ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അതേ തുടർന്ന് വീണ്ടും ജനരോഷം പൊട്ടിയുണരുന്നു. അങ്ങനെ വീണ്ടും ആ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് 7 മണിക്കൂറോളം നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ അധികൃതരെത്തി ഒരു ഉറപ്പ് നൽകുന്നത്. അത് ഇന്ന് തന്നെ അത്തരം പണികൾ ആരംഭിക്കണം എന്ന് നാട്ടുകാരുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ പ്രതിഷേധം ഇന്ന് അല്പം ഒന്ന് മാറുന്നു. എങ്കിലും ഇന്ന് വൈകിട്ടുള്ള പ്രതിഷേധ സംഗമം അതിലൊക്കെ ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായും പ്രജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് ജില്ലാ കളക്ടർ എത്തി ഈ നാട്ടുകാരെ അനുനയിപ്പിച്ചത്. 24 ലക്ഷം രൂപ നൽകണം എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. അടിയന്തര ധനസഹായമായി 10 ലക്ഷം രൂപ ഈ മരിച്ച എൽദോസിന്റെ കുടുംബത്തിന് നൽകാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇന്ന് കുട്ടമ്പുഴയിൽ ജനകീയ ഹർത്താലാണ്. അപ്പോൾ 6 മണിക്കൂർ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ആ ജനരോഷം ഒന്ന് തണുത്തത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്കുള്ള പ്രതിഷേധ സംഗമത്തിൽ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയിക്കുന്നു. അടിയന്തര ധനസഹായമായ 10 ലക്ഷം രൂപ അത് നൽകാം എന്ന് കളക്ടർ ഇവിടെ എത്തി ഉറപ്പ് നൽകുന്നു. അതിൽ 5 ലക്ഷം അപ്പോൾ തന്നെ ചെക്ക് കൈമാറുന്നു കുടുംബത്തിന്, എൽദോസിന്റെ കുടുംബത്തിന്. പിന്നെ ഈ ട്രഞ്ചിങ്ങിനുള്ള നടപടികൾ ഇന്ന് പണി തുടങ്ങും. ഒപ്പം ഫെൻസിങ്ങിനുള്ള നടപടിക്രമങ്ങളും ഇന്ന് ആരംഭിക്കും. ഈ ഉറപ്പുകളെല്ലാം കളക്ടർ കൊടുത്തു. അങ്ങനെയാണ് ആ പ്രതിഷേധം ഇന്ന് അവസാനിപ്പിച്ച് ഇപ്പോൾ ജനങ്ങളെല്ലാം വരുന്ന വീടുകളിലേക്ക് മടങ്ങിയിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് ആശുപത്രിയിൽ, കോതമംഗലം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇനിയിപ്പോൾ അവിടെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉണ്ടാവുക. റിപ്പോർട്ട് രാത്രി 8:30യോടെയാണ് എൽദോസ് ക്നാച്ചേരിയിലെത്തിയത്. വീട്ടിലേക്കുള്ള യാത്രയിൽ ആനയുടെ ആക്രമണം. മൃതദേഹം ഛിന്ന ഭിന്നമായി. 9 മണിയോടെ നാട്ടുകാർ സംഘടിച്ചെത്തി. മൃതദേഹം എടുക്കാൻ അനുവദിക്കാതെ പ്രതിഷേധം. ഫെൻസിംഗ്, ട്രെഞ്ചിങ്, തെരുവ് വിളക്കുകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് രൂക്ഷമായി പ്രതികരിച്ചു. രാഷ്ട്രീയ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഞങ്ങൾ നാട്ടുകാർ ഒരുമിച്ച് പ്രതിഷേധിക്കും. ഇതിന് എപ്പോഴെങ്കിലും ഇതുപോലുള്ള ഇൻസിഡന്റുകൾ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഫോർമുലയിൽ ഇത് സെറ്റിൽമെന്റ് ചെയ്യാമെന്ന് ഫോറസ്റ്റുകാർ വിചാരിക്കേണ്ട. ശക്തമായ ഫെൻസിങ്ങും അതുപോലെ തന്നെ ശക്തമായ ട്രെഞ്ചുകൾ താത്തിക്കൊണ്ട് ജനങ്ങളുടെ ജനവാസ മേഖലയിലേക്ക് ഈ വന്യമൃഗങ്ങൾ കടക്കാത്ത സംവിധാനം ഒരുക്കിയാൽ മാത്രമാണ് ജനങ്ങളോട് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഈ ജനത്തിന് ഒരു വിലയില്ലേ? ഈ ആത്മാവിന് ഒരു വിലയില്ലേ? ഒരു പാവപ്പെട്ടവന് പണിയെടുത്ത് ജീവിക്കാൻ മാർഗമില്ലേ? ഒന്നും വേണ്ട. ഗ്നാച്ചേരിയിൽ ഉരുളമണ്ണിൽ നിന്ന് ഗ്നാച്ചേരി വരെയുള്ള ആളുകൾക്ക് പോരാനുള്ള ഒരു ഫെൻസിങ് അതെങ്കിലും ചെയ്യാൻ പാടില്ലേ? എന്നും പറയാൻ ചെയ്യാൻ കൃത്യമായ സംഗതി റോഡ് സൈഡിൽ ഞങ്ങൾക്ക് ട്രെഞ്ച് താത്തി തരാനുള്ള സംഗതി തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം. അത് ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ ഞങ്ങൾക്ക് എഴുതി തരണം ഈ സാധനം. റേഞ്ച് ഓഫീസറും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയെങ്കിലും മന്ത്രി എത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് നാട്ടുകാർ. പന്ത്രണ്ട് മണിയോടെ കളക്ടർ NSK ഉമേഷും ആന്റണി ജോൺ MLAയും സ്ഥലത്തെത്തി. മൃതദേഹം എടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാരും. പിന്നാലെ മൃതദേഹം മാറ്റാൻ പോലീസിന്റെ ശ്രമം. എന്നാൽ നാട്ടുകാർ തടഞ്ഞു. പിന്നാലെ സംഘർഷം. നാട്ടുകാരുമായും എൽദോസിന്റെ വീട്ടുകാരുമായും ചർച്ച. ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കാമെന്ന കളക്ടറുടെ ഉറപ്പ്. കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര സഹായം. ട്രെഞ്ചിങ് ഇന്ന് ആരംഭിക്കും. സോളാർ ഫെൻസിംഗ് ശനിയാഴ്ചക്കകം തുടങ്ങും. തെരുവ് വിളക്കുകൾ 5 ദിവസത്തിനകം സ്ഥാപിക്കും. RRTക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തും. അങ്ങനെ എല്ലാം കളക്ടർ അംഗീകരിച്ചു. നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു. അവിടെ ഒരു നമ്മുടെ പ്രിയപ്പെട്ട എൽദോ അവർ മരിച്ച് ഇത്ര മണിക്കൂറായി. നമുക്ക് സിസ്റ്റർ അവിടെ ഞങ്ങളോട് ചോദിക്കുന്നു, ആ ബോഡി വെച്ചിട്ടാണോ നിങ്ങൾ ഈ ചർച്ചയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ കൈപിടിച്ച് നിങ്ങളോട് ചോദിക്കുന്നു, ആ ബോഡി ഒന്ന് എടുക്കാനുള്ള അനുവാദം ഒന്ന് നിങ്ങൾ തരണമെന്ന് മാത്രം ഞാൻ ചോദിക്കുന്നു. പുലർച്ചെ 2 മണിയോടെ കളക്ടർ എൽദോസിന്റെ കുടുംബത്തിന് ചെക്ക് കൈമാറി. തുടർന്നാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്.
ആവശ്യങ്ങൾ നടപ്പാക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. ഇന്ന് ഹർത്താലും പ്രതിഷേധ സംഗമവും നടത്തും. ന്യൂസ് ഡെസ്ക് 24.